പ്രൂവ് ബൈ കോൺട്രാപ്പൊസിഷൻ എന്താണെന്ന് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. നമുക്ക് മെയിൻലി 2 ടൈപ്പ് ഓഫ് ഇൻഡയറക്റ്റ് പ്രൂഫ്സ് ആണ് നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രൂഫ് ബൈ കോൺട്രാപ്പൊസിഷൻ. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇഫ് പി ഇംപ്ലൈസ് ക്യൂ. ആ പി ഇംപ്ലൈസ് ക്യൂവിനകത്തിൽ ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് രണ്ടിന്റെയും ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ പ്രൂഫ് ബൈ കോൺട്രാപ്പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇഫ് n ഈസ് ആൻ ഇന്റീജർ ആൻഡ് 3n+2 ഈസ് ഓഡ് ദെൻ n ഈസ് ഓഡ്. നമ്മുടെ കയ്യിൽ n എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റീജർ നമ്പർ ഉണ്ട്. 3n+2 എന്ന് പറഞ്ഞാൽ ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ n ഈസ് ഓഡ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ബൈ യൂസിങ് കോൺട്രാപ്പൊസിഷൻ ആണ് ചെയ്യുന്നത്, പ്രൂഫ് ബൈ കോൺട്രാപ്പൊസിഷൻ. സോ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താ? ഇഫ് 3n+2 ഈസ് ഓഡ് ദെൻ n ഈസ് ഓഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ n ഈസ് ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി എന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ക്യൂവിനെ ആദ്യം നോട്ട് ചെയ്യേണ്ടത്, നെഗേഷൻ ഓഫ് ക്യൂ ആണ് ആദ്യം കാണേണ്ടത്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ക്യൂ സ്റ്റേറ്റ്മെന്റ് എന്താ? ഇതാണ് നമ്മുടെ പി സ്റ്റേറ്റ്മെന്റ്. ഇഫ് 3n+2 ഈസ് ഓഡ് എന്നുള്ളത് നമ്മുടെ പിയും n ഈസ് ഓഡ് എന്നുള്ളത് നമ്മുടെ ക്യൂവുമാണ്. അപ്പൊ നമ്മൾ ക്യൂവിന്റെ നെഗേഷൻ ആദ്യം കാണണം. ക്യൂവിന്റെ നെഗേഷൻ n ഈസ് നോട്ട് ഓഡ് എന്നാണ്, അല്ലെങ്കിൽ n ഈസ് ഫോൾസ് എന്നാണ് നമ്മുടെ ക്യൂവിന്റെ നെഗേഷൻ വരുന്നത്. അപ്പൊ n ഈസ് നോട്ട് ഓഡ് ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? n ഈസ് ഈവൻ ആണ്. അപ്പൊ n ഈസ് ഈവൻ എന്ന് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യും. ഇനി നമുക്കറിയാം, ഒരു നമ്പർ ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മൾ അതിന് കൊടുക്കുന്നത് 2k എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സപ്പോസ് n ഈസ് ആൻ ഈവൻ നമ്പർ ദെൻ വി ക്യാൻ റെപ്രസെന്റ് ഇറ്റ് ആസ് 2k. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെയും n 2k എന്നുള്ള വാല്യൂ കൊടുത്തു. എന്നിട്ട് 2k വാല്യൂ നമ്മുടെ ഈ 3n+2 എന്ന് പറയുന്നത് നമ്മുടെ പി സ്റ്റേറ്റ്മെന്റിനകത്തിലോട്ട് n-ന്റെ പ്ലേസിൽ ഈ 2k എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. സോ n-ന്റെ പ്ലേസിൽ നമ്മൾ 2k എന്ന് കൊടുത്തു. അപ്പൊ 3 × 2k + 2 എന്ന് വന്നു. 3 × 2k ഈസ് 6k, 6k + 2. ഈ 6k + 2 നമുക്ക് 2 കോമൺ ആണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, 2 × 3k + 1 എന്ന് എടുത്തു. അപ്പൊ ഇതും ഒരു 2k എന്നുള്ള ഒരു ഫോർമാറ്റിലാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു 2t എന്നുള്ള ഫോർമാറ്റിലാണ്, വേർ t ഈസ് ഈക്വൽ ടു 3k + 1 അല്ലെ, അങ്ങനെ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയത് എന്താ? ഇതൊരു ഈവൻ നമ്പർ ആണെന്ന് തന്നെ കിട്ടി. ഇനി ഇവിടെ നമുക്ക് ഈവൻ നമ്പർ ആണെന്ന് കിട്ടി, അതായത് ഇതൊരു മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് ഓഡ്. അപ്പൊ ഇത് നമുക്ക് തന്നിരുന്ന സ്റ്റേറ്റ്മെന്റിന്റെ, അതായത് ഈ 3n+2 ഈസ് ഓഡ് ദെൻ n ഈസ് ഓഡ് എന്ന് പറഞ്ഞ തന്നിരുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ഒരു നെഗേഷൻ ആണ് അല്ലെ, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ ആണിത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം, ദ നെഗേഷൻ ഓഫ് ദ കൺക്ലൂഷൻ ഓഫ് ദ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഇംപ്ലൈസ് ദാറ്റ് the hypothesis is false, then the original conditional statement is true. നമുക്ക് തന്നിരുന്നത് എന്താ? നമ്മൾ ഇത് ഈവൻ ആണെന്ന് പറഞ്ഞിട്ട്, അതായത് രണ്ടും ഓഡ് ആയിരുന്നു, നമ്മൾ അതിനെ എന്താ ചെയ്തത്? രണ്ടിനെയും ഈവൻ ആക്കി അസ്യൂം ചെയ്തിട്ട് ചെയ്തു. ആ ഈവൻ ആക്കി അസ്യൂം ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസറാണ് കിട്ടിയത് അല്ലെ, ഈവൻ ആണെന്നുള്ള ആൻസർ കിട്ടി. അപ്പൊ തന്നിരുന്നതിന്റെ, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൈപ്പോത്തസിസ് ഫോൾസ് ആണ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയാം ദ ഒറിജിനൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. സോ നമുക്ക് എന്ത് പറയാം? സോ 3n+2 എന്ന് പറയുന്നത് ഈ ഈവൻ നമ്പർ, ഓഡ് നമ്പർ ആണെങ്കിൽ n ഈസ് ഓൾസോ വിൽ ബി ആൻ ഓഡ് നമ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ ഈ കോൺട്രാപ്പൊസിഷൻ വെച്ചിട്ട് പ്രൂഫ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിന്റെ അടുത്ത ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇഫ് n equal to ab, where a and b are positive integers, then a is less than or equal to n or b is less than or equal to n. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെയാ തന്നിരിക്കുന്നത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റിനകത്തില് p എന്താണ്? ഇഫ് n ഈസ് ഈക്വൽ ടു എ ബി, n ഈക്വൽ ടു എ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ p സ്റ്റേറ്റ്മെന്റ്. ഈ a ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഓർ b ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നതാണ് നമ്മുടെ q സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതിനെ നമ്മൾ q ആയിട്ട് എടുക്കും. ഇതാണ് നമ്മുടെ പി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം അസ്യൂം ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെന്ന് പറയും. എന്നിട്ട് നമ്മൾ ആദ്യം കാണേണ്ടത് നെഗേഷൻ ഓഫ് ക്യൂ ആണ് ആദ്യം കാണേണ്ടത്. അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഓർ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എന്നുള്ളതിനെ നമ്മൾ ആദ്യം എടുക്കുന്നു. അപ്പൊ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഓർ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളിടത്ത് നമ്മൾ ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പറയാം എ ഈസ് ഗ്രേറ്റർ ദാൻ എൻ, അതുപോലെ ബി ഗ്രേറ്റർ ദാൻ എൻ ആണ്. പിന്നെ നമ്മുടെ ഓർ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാറിയിട്ട് ഇവിടെ എന്ത് വരും? ആൻഡ് വരും. അപ്പൊ എ ഈസ് ഗ്രേറ്റർ ദാൻ റൂട്ട് എൻ ആൻഡ് ബി ഈസ് ഗ്രേറ്റർ ദാൻ റൂട്ട് എൻ എന്ന് നമുക്ക് പറയാം.
ഇനി ലെഫ്റ്റ് സൈഡ് തമ്മിൽ ഇവിടെ ഒരു സിമ്പൽ രണ്ടിടത്തും കോമൺ സിമ്പൽ ആണ് ഗ്രേറ്റർ ദാൻ സിമ്പൽ. സോ നമുക്ക് ലെഫ്റ്റ് സൈഡ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യാം എന്നല്ല, അതിനെ തമ്മിൽ നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ എഴുതാം? എ ബി ഈസ് ഗ്രേറ്റർ ദാൻ, ദെൻ ഈ ഗ്രേറ്റർ ദാന്റെ റൈറ്റ് സൈഡിലുള്ള √n ഇൻറ്റു √n. നമ്മൾ ലെഫ്റ്റ് സൈഡ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, റൈറ്റ് സൈഡ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എ ബി ഈസ് ഗ്രേറ്റർ ദാൻ √n ഇൻറ്റു √n. √n ഇൻറ്റു √n ഈസ് n. സോ നമുക്ക് എന്ത് പറയാം? എ ബി ഈസ് ഗ്രേറ്റർ ദാൻ n ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് തന്നിരുന്നത് എന്തായിരുന്നു? എ ബി ഈസ് ഈക്വൽ ടു n എന്നാണ് നമുക്ക് ഇവിടെ തന്നത്. n ഈസ് ഈക്വൽ ടു എ ബി ഓർ എ ബി ഈസ് ഈക്വൽ ടു n എന്നാണ് തന്നത്. ഇവിടെ നമ്മൾ ചെയ്തു വന്നപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? എ ബി ഈസ് ഗ്രേറ്റർ ദാൻ n എന്ന് കിട്ടി അല്ലേ? അപ്പൊ നമുക്ക് തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ഒരു കോൺട്രഡിക്ഷൻ അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം ബിക്കോസ് ദ നെഗേഷൻ ഓഫ് ദ കൺക്ലൂഷൻ ഓഫ് ദ ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ്. ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ് തന്നതിന്റെ ഒരു നെഗേഷൻ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഹൈപ്പോത്തിസിസ് ഫോൾസ് ആണ്. സോ അവർ ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാ നമ്മൾ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ചെയ്യുന്നത്. ഇനി ഈ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ അല്ല, സോറി, കോൺട്രാപൊസിഷൻ. ഇനി ഈ പ്രൂഫ് ബൈ കോൺട്രാപൊസിഷൻ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 2 ടൈപ്സ് ഓഫ് പ്രൂഫ്സ് എഗെയിൻ നമ്മൾ നോക്കുന്നുണ്ട്. അതിലൊന്നാണ് വാക്വസ് പ്രൂഫ്, പിന്നെ അടുത്ത ഒരെണ്ണം വരുന്നത് ട്രിവിയൽ പ്രൂഫ് എന്ന് പറയും. അപ്പൊ ഈ വാക്വസ് പ്രൂഫിൽ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നോക്കുന്നത് ഇഫ് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ഇഫ് പി ദെൻ ക്യൂ എന്നുള്ള ആ ഒരു രീതിയിലായിരിക്കും ചെയ്യുന്നത്. അതിൽ പി സ്റ്റേറ്റ്മെന്റിനെ ഫോൾസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പി സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ്ലി ഫോൾസ് ആയി പോവുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൂഫിന് പറയുന്ന പേരാണ് വാക്വസ് പ്രൂഫ്. അപ്പൊ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, ഷോ ദാറ്റ് ദ പ്രപ്പോസിഷൻ പി ഓഫ് 0 ഈസ് ട്രൂ വെൻ പി ഓഫ് n ഈസ് if n greater than 1 then n square greater than n and the domain consists of all integers. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് n is greater than 1 and n square greater than n. അപ്പൊ n is greater than 1 എന്ന് പറയുന്നത് നമ്മുടെ p സ്റ്റേറ്റ്മെന്റും then എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മുടെ q സ്റ്റേറ്റ്മെന്റും ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? p യെ നമ്മൾ ഫോൾസ് ആക്കി അസ്യൂം ചെയ്ത് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇഫ് p ഈസ് ഫോൾസ്, p ഫോൾസ് ആണെങ്കിലാണ് നമ്മൾ അതിനെ വാക്വസ് പ്രൂഫ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? p ഓഫ് 0 കണ്ടുപിടിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ p ഓഫ് 0 നമ്മൾ എടുക്കുന്നു. അപ്പോൾ p എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് n ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്നായിരുന്നു. n ന്റെ പ്ലേസിൽ ഞാൻ 0 കൊടുത്തു. അപ്പൊ 0 ഈസ് ഗ്രേറ്റർ ദാൻ 1 then 0 സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ 0. നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിൽ n ന്റെ പ്ലേസിലെല്ലാം 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇഫ് 0 ഈസ് ഗ്രേറ്റർ ദാൻ 1 then 0 സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വന്നു. പക്ഷെ നോക്കിക്കേ, ഇവിടെ നമുക്ക് 0 ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയാൻ പറ്റുമോ? അത് 0 ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷൻ ഒരിക്കലും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് എ വാക്വസ് പ്രൂഫ്. ഇൻഡീഡ് ദെൻ ഹൈപ്പോത്തിസിസ് 0 ഗ്രേറ്റർ ദാൻ 1 ഈസ് ഫോൾസ്. അത് ഒരിക്കലും ശരിയാകാത്ത കാര്യമാണ്. സോ ഇങ്ങനെയുള്ള കേസിനെയാണ് നമുക്ക് വാക്വസ് പ്രൂഫ് എന്ന് പറയുന്നത്. സോ ദിസ് ടെൽസ് us that the p of 0 is automatically true. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വാക്വസ് പ്രൂഫ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ തന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഇഫ് n is an integer then 10 less than or equal to n less than or equal to 15 will be a perfect square, then n is also a perfect cube. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഡിജേഴ്സ് എത്രയാ? 10 തൊട്ട് 15 വരെയുള്ള നമ്പേഴ്സ്, 10, 11, 12, 13, 14, 15 അത്രയും നമ്പേഴ്സ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഇതിലൊന്നും നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ വരുന്ന നമ്പേഴ്സ് ഇല്ല അല്ലെ? 10, 11, 12, 13, 14, 15 ഇത്രയും നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇതിലൊന്നും നമുക്ക് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇല്ല. നമ്മുടെ 3യുടെ സ്ക്വയർ വരുവാണെങ്കിൽ അത് 9 ആണ്. അത് കഴിഞ്ഞിട്ട് 4ന്റെ സ്ക്വയർ കാണുവാണെങ്കിൽ 16 ആണ്. അപ്പൊ ഇതിനിടയ്ക്ക് പെർഫെക്റ്റ് സ്ക്വയർ വരുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് ഫോർ ഓൾ ഇൻഡിജേഴ്സ് n. കാരണം ആ തന്നിരിക്കുന്ന ലിമിറ്റിൽ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവിടെ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാത്തത്, അതായത് എന്താ പറയുന്നത്, ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ അതിനുള്ള സംഭവമില്ല, അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റ് വിത്തിൻ ലിമിറ്റ് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കേസിലാണ് നമുക്ക് വാക്വസ് പ്രൂഫ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. p ആയിരിക്കും അവിടെ ഫോൾസ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്, അടുത്ത ഒരു പ്രൂഫ്, നമ്മുടെ ഈ പ്രൂഫ് ബൈ കോൺട്രാപൊസിഷനിൽ വരുന്ന നെക്സ്റ്റ് വൺ ആണ് ട്രിവിയൽ പ്രൂഫ്.
ട്രിവിയൽ പ്രൂഫിൽ നമ്മൾ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുപോലെ തന്നെ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു. അവിടെ ക്യൂ ട്രൂ ആകുന്ന കേസിനെയാണ് നമ്മൾ ട്രിവിയൽ പ്രൂഫ് എന്ന് പറയുന്നത്. ക്യൂ ഈസ് ട്രൂ, then it is called a trivial proof. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലെറ്റ് പി ഓഫ് എൻ ബി ഇഫ് എ ആൻഡ് ബി ആർ പോസിറ്റീവ് ഇൻഡിജേഴ്സ് വിത്ത് എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, then a raised to n is greater than or equal to b raised to n, where the domain consists of all non-negative integers. Show that p of 0 is true. നോക്കിക്കേ, ഇവിടെ നമ്മുടെ p എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ? ഇവിടെ ഇഫ് എ ആൻഡ് ബി ആർ ഓൾ പോസിറ്റീവ് ഇൻഡിജേഴ്സ്, അത് നമ്മുടെ അടുത്ത് പറഞ്ഞു നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. വിത്ത് എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ഇതാണ് നമ്മുടെ p എന്ന് പറയുന്നത്. ആൻഡ് ദെൻ എ റേസ് ടു എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി റേസ് ടു എൻ, ഇത് നമ്മുടെ ക്യൂ സ്റ്റേറ്റ്മെന്റും ആണ്. നമുക്ക് ഈ ക്യൂ സ്റ്റേറ്റ്മെന്റിനെയാണ് ട്രൂ ആക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഷോ ദാറ്റ് പി ഓഫ് 0 ഈസ് ട്രൂ. അപ്പൊ പി ഓഫ് 0 ട്രൂ ആണെന്ന് നമ്മൾ എന്തിനെ വെച്ചിട്ട് ചെയ്യണം? ക്യൂവിനെ വെച്ചിട്ട് ചെയ്യണം. ബിക്കോസ് ഇറ്റ്സ് എ ട്രിവിയൽ പ്രൂഫ് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്യൂവിനെ എടുക്കും. അപ്പൊ ആദ്യം നമ്മുടെ പ്രൊപ്പോർഷൻ പി ഓഫ് 0 ഈസ് if a is greater than or if a and b are non-negative integers with a is greater than or equal to b, then a raised to n ന്റെ പ്ലേസിൽ നമ്മൾ ഇവിടെ 0 ഇട്ട് കൊടുത്തു. അപ്പൊ a raised to 0 greater than or equal to b raised to 0 എന്ന് വന്നു. ഇനി a raised to 0 ന്റെ വാല്യൂ നമുക്കറിയാം. a raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, b raised to 0 എന്ന് പറഞ്ഞാലും 1 ആണ്. ഏത് നമ്പറിന്റെ ആയാലും നമ്മൾ പവർ 0 വെച്ചിട്ട് കാണുമ്പോഴത്തേക്കിനും വാല്യൂ 1 ആയിരിക്കും വരുന്നത്. അപ്പൊ രണ്ട് വാല്യൂ 1 ആയതുകൊണ്ട് നമ്മൾ ഇവിടെ കൊടുത്തു ബിക്കോസ് a raised to 0 is equal to b raised to 0 is equal to 1. The conclusion of the conditional statement. സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? a raised to 0 is better than or equal to b raised to 0 എന്നാ അല്ലേ. a raised to 0 is greater than or equal to b raised to 0 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ 1 is greater than or equal to 1 അല്ലേ. അപ്പൊ greater than അല്ല equal to എന്നുള്ള കണ്ടീഷൻ greater than or equal to സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് greater than സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിലും equal to എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ദ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് p of 0 is true എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പ്രൂഫ് എന്ന് പറയുന്നത്? ട്രിവിയൽ പ്രൂഫ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ സം ഓഫ് ടു റാഷണൽ നമ്പേഴ്സ് ഈസ് റാഷണൽ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇത്രയും മാത്രമേ തന്നിട്ടുള്ളൂ. സം ഓഫ് ടു റാഷണൽ നമ്പേഴ്സ് നമ്മൾ റാഷണൽ ആണെന്ന് കാണിക്കണം. അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു പ്രൂഫ് ചോദിക്കുമ്പോഴത്തേനും ആദ്യം നമുക്ക് ഡയറക്റ്റ് പ്രൂഫിൽ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഡയറക്റ്റ് പ്രൂഫിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ഹൈപ്പോത്തിസിസിൽ ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് അസ്യൂം ചെയ്തങ്ങ് കൊടുക്കുക ചെയ്യുന്നത്, ഡയറക്ട്ലി കൺക്ലൂഡ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരു റാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫോം എ ബൈ ബി എന്ന് പറയുന്ന ഫോം ആയിരിക്കും. ആ റാഷണൽ നമ്പേഴ്സ് ഇപ്പൊ രണ്ട് റാഷണൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കോമൺ ഫാക്ടേഴ്സ് ഒന്നും കാണത്തില്ല എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫ്രം ദ ഡെഫിനിഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ് ഇറ്റ് ഫോളോസ് ദാറ്റ് ദെയർ ആർ ഇൻഡിജേഴ്സ് പി ആൻഡ് ക്യൂ വിത്ത് ക്യൂ നോട്ട് ഈക്വൽ ടു 0. അതായത് ഡിനോമിനേറ്ററിന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ആൻഡ് ഇൻഡിജേഴ്സ് t and u with u is not equal to such that s is equal to t by u. നമ്മൾ ഇവിടെ ഒരെണ്ണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് രണ്ട് റാഷണൽ നമ്പേഴ്സ് ഉണ്ട്, r ഉം s എന്നും പറഞ്ഞിട്ട് രണ്ട് റാഷണൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് r നെ t by q എന്ന് കൊടുക്കാം, അതുപോലെ s നെ നമുക്ക് t by u എന്നും കൊടുക്കാം. ഈ p by q എന്നും t by u എന്നും പറയുന്നതിൽ രണ്ടിന്റെയും ഡിനോമിനേറ്ററിന്റെ വാല്യൂസ് സീറോസ് ആകാൻ പാടില്ല. അത് നമ്മളിവിടെ കണ്ടീഷൻ പറയുന്നുണ്ട്. q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം, അതേപോലെ തന്നെ u നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് സം ഓഫ് ടു റാഷണൽ നമ്പേഴ്സ് ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ. ആ സം ചെയ്ത് കിട്ടുന്ന നമ്പറും റാഷണൽ ആണെന്ന് കാണിക്കണം. അപ്പൊ സം ഓഫ് ടു റാഷണൽ നമ്പേഴ്സിന് നമുക്ക് r പ്ലസ് s എന്ന് കൊടുക്കാം. ബിക്കോസ് നമ്മുടെ റാഷണൽ നമ്പേഴ്സ് r ഉം s ഉം ആണ്. അപ്പൊ രണ്ട് റാഷണൽ നമ്പേഴ്സ് r ഉം s ഉമായിട്ട് എടുത്തു. ഇനി ആ റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ എന്തൊക്കെയാ? p by q t by u എന്നാണ്. അപ്പൊ ഞാൻ p by q പ്ലസ് t by u എന്ന് കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ LCM കണ്ടു. LCM QU ആണ്. സോ QU ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു PU പ്ലസ് QT എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റാഷണൽ നമ്പേഴ്സ് ആകുമ്പോൾ അതിന്റെ ഡിനോമിനേറ്റേഴ്സ് 0 ആകാൻ പാടില്ല. അതായത് ക്യൂവും 0 നോട്ട് ഈക്വൽ ടു 0 ആണ് ആൻഡ് യു ഈസ് ഓൾസോ നോട്ട് ഈക്വൽ ടു 0. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം QU ഓൾസോ മസ്റ്റ് ബി നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് പറയാം.
ഇനി ഈ മുകളിലത്തെ പി യു, അതായത് ഇതിന്റെ ന്യൂമറേറ്ററിൽ കിടക്കുന്ന പി യു പ്ലസ് ക്യൂ ടിയെ ഞാനൊരു ചെറിയ നമ്പർ വി എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ അങ്ങ് അസൈൻ ചെയ്ത് കൊടുത്തു. ആൻഡ് ക്യൂ യു എന്ന് പറയുന്നതിന് ഞാൻ ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട് വേറൊരു വേരിയബിളും അസൈൻ ചെയ്ത് കൊടുത്തു. വേർ ഡബ്ല്യു നോട്ട് ഈക്വൽ ടു 0. ഡബ്ല്യു ഒരിക്കലും 0 ആകത്തില്ല. കാരണം ഞാനിപ്പോൾ സപ്പോസ് ഞാൻ കൊടുത്ത റാഷണൽ നമ്പർ ഇപ്പം 2/3 ആണ്, ദെൻ അടുത്ത ഒരെണ്ണം വന്നിട്ട് 7/11 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് രണ്ടും നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇവർ തമ്മിൽ കോമൺ ഫാക്ടേഴ്സും ഇല്ല അല്ലേ. അപ്പം 3യും 11ഉം ആകുമ്പോഴത്തേക്കിന് അവരുടെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കിന് 33 എന്ന് വരുന്നു. അതും നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇവിടെ നമ്മുടെ 3 നോട്ട് ഈക്വൽ ടു 0 ആണ്, 11 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്തായാലും നോട്ട് ഈക്വൽ ടു 0 തന്നെ വരും. അപ്പൊ ഈ വേരിയബിൾസിനെ നമ്മൾ ഈ പി യു ക്യൂ ടി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ അങ്ങനെ രണ്ടിതായിട്ട് കിടക്കുന്നതിന് പകരം ഞാൻ ആ പി യു പ്ലസ് ക്യൂ ടിയെ ഒരൊറ്റ വേരിയബിളിലോട്ട് അങ്ങ് അസൈൻ ചെയ്തു, വി എന്ന് പറഞ്ഞ വേരിയബിളിൽ. അതേപോലെ ക്യൂ യു എന്ന് പറഞ്ഞ് കിടക്കുന്നതിന് ഡബ്ല്യു എന്ന് പറയുന്ന വേരിയബിളിലും അസൈൻ ചെയ്തു. സോ നമുക്ക് എങ്ങനെ പറയാം, ആർ പ്ലസ് എസ് ഈസ് ഈക്വൽ ടു നമ്മുടെ സം ഓഫ് റാഷണൽ നമ്പേഴ്സ് ആറിനെയും എസിനെയും കൂടെ ഈസ് വി ബൈ ഡബ്ല്യു ആണ്, വേർ ഡബ്ല്യു നോട്ട് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എന്ത് പറയാം, ദാ ഇവിടെ വീണ്ടും നമുക്കൊരു റാഷണൽ നമ്പർ തന്നെ കിട്ടി, ആ റാഷണൽ. അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, ദിസ് മീൻസ് ദാറ്റ് ആർ പ്ലസ് എസ് ഈസ് ഓൾസോ റാഷണൽ ആണെന്ന് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് ഇഫ് n ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് n സ്ക്വയർ ഈസ് ഓഡ് ദെൻ n ഈസ് ഓഡ്. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു n സ്ക്വയർ വാല്യൂ ഓഡായിട്ടാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ സപ്പോസ് ഞാൻ 81 എന്ന അതിന്റെ സ്ക്വയർ ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പൊ ഇത് സ്ക്വയർ ചെയ്ത വാല്യൂ ഓഡാണ്. അങ്ങനെയാണെങ്കിൽ ആ n വാല്യൂ ഓഡാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇവിടെ ഇപ്പൊ ശരിക്കും 9ന്റെ സ്ക്വയർ ആണ് 81 അല്ലേ. അപ്പൊ 9 സ്ക്വയർ ഈസ് ഈക്വൽ ടു 81 ആകുമ്പോൾ 9ഉം ഓഡാണ് 81ഉം ഓഡാണ്. അപ്പോൾ നമ്മൾ ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഡയറക്റ്റ് പ്രൂഫിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇഫ് n സ്ക്വയർ ഈസ് ഓഡ് ദെൻ ബൈ ദ ഡെഫിനേഷൻ ഓഫ് ഓഡ് ഇൻറ്റിജർ നമുക്ക് എന്ത് പറയാം, n സ്ക്വയർ ഈസ് ഈക്വൽ ടു 2k പ്ലസ് 1 ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ n സ്ക്വയർ 2k പ്ലസ് 1 ആകുമ്പോൾ n ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2k പ്ലസ് 1 എന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2k പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും നമുക്കിവിടെ n ഓഡ് ആണെന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ടോ. ഇവിടെ നമുക്ക് ഒരു റൂട്ട് വാല്യൂ ആണ് കിട്ടിയത്, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2k പ്ലസ് 1. അപ്പൊ നമുക്ക് ആ n ഒരു ഓഡ് ആണെന്ന് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് പ്രൂഫ് ബൈ കോൺട്രാ പൊസിഷൻ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, n ഈസ് നോട്ട് ഓഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കും. നമ്മളിവിടെ അസ്യൂം ചെയ്യുന്ന വാല്യൂ എന്താ, n ഈസ് നോട്ട് ഓഡ്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് n സ്ക്വയർ ഓഡ് ആണെങ്കിൽ n ഓഡ് ആണെന്നാണ്. നമ്മൾ പക്ഷെ ചെയ്യുന്നത് എന്താ, n നോട്ട് ഓഡ് ആണെന്ന് പറയും. അതായത് നേരത്തെ പറഞ്ഞ പോലെ നെഗേഷൻ ക്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നമ്മുടെ p എന്താ, ഈ ഒരു ക്വസ്റ്റ്യനകത്തില് p എന്ന് പറയുന്നത് ഇവിടെ ഇതാണ്, ഇഫ് n സ്ക്വയർ ഈസ് ഓഡ് ദെൻ n ഈസ് ഓഡ് എന്നുള്ളത് നമ്മുടെ ക്യൂ ആണ്. അപ്പൊ നമ്മൾ നെഗേഷൻ ക്യൂന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൂഫ് ബൈ കോൺട്രാ പൊസിഷനിൽ. അപ്പോൾ പ്രൂഫ് ബൈ കോൺട്രാ പൊസിഷൻ വെച്ചിട്ട് n ഈസ് നോട്ട് ഓഡ് എന്ന് നമ്മൾ കൊടുക്കും. n ഈസ് നോട്ട് ഓഡ് ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ, n ഈസ് ഈവൻ എന്നാണ് അതിന്റെ മീനിങ്. ഇനി n ഈവൻ ആണെങ്കിൽ നമുക്കറിയാം n ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്, വാല്യൂ ഈസ് 2k എന്നുള്ള വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ n സ്ക്വയർ കാണുമ്പോഴത്തേക്കും നമ്മൾ ഇനി ഈ 2k എന്നുള്ള വാല്യൂ നമ്മുടെ p വാല്യൂലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. സോ നമുക്ക് n സ്ക്വയർ ഈസ് ഈക്വൽ ടു 2k സ്ക്വയർ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4k സ്ക്വയർ, ദാറ്റ് ഈസ് 2 ഇൻറ്റു 2k സ്ക്വയർ എന്ന് വരും. ഈ 2 ഇൻറ്റു 2k സ്ക്വയറിനെ നമുക്ക് 2 ഇൻറ്റു t എന്ന് കൊടുക്കാം, വെയർ t ഈസ് ഈക്വൽ ടു 2k സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഈവൻ നമ്പറിന്റെ അതേപോലെ തന്നെ കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്, n സ്ക്വയർ. നമ്മൾ n-നെ ഈവൻ ആയിട്ട് എടുത്തപ്പോഴത്തേക്കിനും നമുക്ക് n സ്ക്വയറും ഈവൻ ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്താ, ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഈ ഒരു ഹൈപ്പോത്തിസിസ് ഫോൾസ് ആയിട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് പറയാം ഈ നമ്മുടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, അതായത് n സ്ക്വയർ എന്ന് പറയുന്നത് ഓഡ് ആണെങ്കിൽ n ഈസ് ഓഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് നമുക്ക് പ്രൂഫ് ബൈ കോൺട്രാ പൊസിഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും.